ഹലോ ഗായ്സ്, ഇതൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഗുരുവായൂർ പോയ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മൾ പോയി വന്നിട്ട് കുറച്ച് നാളായേ, പക്ഷെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ ഒരുമിച്ച് ഒരു ട്രാവലറിലാണ് പോണേ. കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം സ്റ്റേ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയേ. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 2 hours ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടോ. അവിടെ നല്ല ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുന്ന്. അഗിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായില്ല കേട്ടോ. വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്താൻ പറ്റാത്തത് കൊണ്ട് ഡയറക്റ്റ് അങ്ങോട്ട് വരാനായിരുന്നു പ്ലാൻ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ അകത്ത് കയറി തൊഴാന്നുള്ള പ്ലാനിൽ ആദ്യം റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കിഴക്കേനടയിലുള്ള ഈ ശിവരഞ്ജനി ടൂറിസ്റ്റ് ഹോമിലായിരുന്നു സ്റ്റേ എടുത്തിരുന്നത്. അവിടെ 2 പ്രോപ്പർട്ടിയിലായിട്ടായിരുന്നു സ്റ്റേ. ഞങ്ങൾ ഈ 2 bedroom ഫ്ലാറ്റിലായിരുന്നേ നിന്നിരുന്നത്. ഫോണ് റൂമിൽ വെച്ച് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ഇത്രയും ഷൂട്ട് ചെയ്യാനേ പറ്റിയിരുന്നുള്ളേ. നമ്മൾ കൃഷ്ണാട്ടം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 12:30 ആകുമ്പോൾ ക്യൂവിൽ കയറിയിട്ട് നെക്സ്റ്റ് ഡേ ഒരു 8 മണിക്കാണ് നമ്മൾ പുറത്ത് തൊഴുതിറങ്ങിയത്. ഞങ്ങളെല്ലാവരും ഒന്നും ക്യൂ നിന്നില്ലായിരുന്നു കേട്ടോ. കുഞ്ഞൊക്കെ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ ഇത്രയും ഒരു ലോങ് ടൈം ക്യൂ നിന്ന് എക്സ്പീരിയൻസ്. ഇന്ന് കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ 3 പേരും ഒരേ കളർ ഡ്രസ്സാണ്. നമുക്ക് കുറച്ച് വഴിപാടുകൾ ഉണ്ടായിരുന്നേ, തുലാഭാരമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫോണ് വേഗം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി. വീക്കെൻഡായിട്ട് തിരക്കൊന്നും നോക്കി ആൾക്കാരെ തട്ടിയും തടഞ്ഞും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ റെഡിയായി പോകുമ്പോഴേക്ക് ക്യൂ പടിഞ്ഞാറേനടയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. കണ്ടില്ലേ തിരക്ക്. നിങ്ങൾ വഴിപാടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിട്ടോ. തുലാഭാരം കൗണ്ടറിലൊന്നും അധികം ക്യൂ ഉണ്ടായില്ല. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ്. രാമകൃഷ്ണ ലഞ്ച് ഹോമിലാണ് പോയത്. രാമകൃഷ്ണയിൽ നെസ്കഫേയുടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നല്ല അടിപൊളി കോഫിയും കോൾഡ് കോഫീസൊക്കെ കിട്ടും കേട്ടോ. കഴിക്കാനായിട്ട് ഞങ്ങൾ പൂരിയും വടയും ചായയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡിന് ഇച്ചിരി വെയിറ്റിംഗ് ടൈം കൂടുതലാണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ആരും അവിടെ നിന്ന് കഴിക്കല്ലേ. ഞങ്ങൾക്ക് അവിടെ നിന്ന് കോമൺ ആയിട്ട് കഴിച്ച എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. 1 വീക്കോളം സിവിയർ ആയിട്ടുള്ള ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു ഉണ്ടായത്. ഒരു ചായയും കൂടെ കുടിച്ചിരുന്നു കേട്ടോ. ചായ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും എങ്ങനെയുള്ള ചായ ഇഷ്ടം? എനിക്ക് മധുരം കുറച്ച് കുറഞ്ഞ മീഡിയം ടു സ്ട്രോങ് ചായയാണ് ഇഷ്ടം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നെസ്കഫേയുടെ കോൾഡ് ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല മഴയായേ. അവിടെ കോൾഡ് കോഫി കോൾഡ് ചോക്ലേറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു കോൾഡ് ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. ഇത് ഇൻസ്റ്റഗ്രാം വൈറലായതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ടൈം നിന്നിട്ടാണ് കിട്ടിയത്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതിന് മുന്നേ കോൾഡ് കോഫി കുടിച്ചിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി പോയി കേട്ടോ. ഇവിടെ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തിരുവാതിരയും വേറെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങണോണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കാണാനുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷെ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന്. ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പോഴും ക്യൂ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് അവിടെ കുറച്ച് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അവിടെ തെക്കേ നടയിലും പുതിയൊരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ. അപ്പോൾ അവിടെയും വേറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഭരതനാട്യമൊക്കെ ആയിട്ട്.
പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോയി കേട്ടോ. കമ്പാരറ്റീവ്ലി ഗുരുവായൂർ കുറച്ച് വില കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി വാങ്ങിക്കും. ഇപ്പോൾ പിള്ളേരൊക്കെ ആയതിനു ശേഷം അവർക്ക് കാറ്, ബസ്, ടോയ്സ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ് ഇപ്പോൾ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കടയിലും നല്ല കൃഷ്ണ വിഗ്രഹം ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാവും എല്ലാം. നമ്മൾ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അതിൽ. പക്ഷെ അവിടെ എല്ലാ അപ്പോൾ ഞങ്ങൾ കുറച്ച് ബുക്സ് നോക്കാൻ പോയി. പക്ഷെ ഒന്നും സെറ്റായിരുന്നില്ല. ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അവിടെ സംഭാരപ്പന്തലുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ദേവസ്വത്തിൻ്റെ വകയാണെന്നാണ് തോന്നുന്നത്. കുറേ പേര് ഗ്ലാസ് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ 1 മണി 2 മണി ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ വടക്കഞ്ചേരി എത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിട്ടോ. വടക്കഞ്ചേരി മുതൽ ഹൈവേയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കടകളുണ്ടാവുമേ, ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ അവിടെ അതിനടുത്തുള്ള ആര്യാസിലാണ് ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഈ ഷോപ്പിൽ കയറിയതാണ്. എല്ലാവരും അവിടെ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. കുഞ്ഞും അവിടെ നിന്ന് ബദാം മിൽക്കാണ് കുടിച്ചത്. സ്നാക്കായിട്ട് കട്ട്ലറ്റ് ആട്ടോ കഴിച്ചത്. പിന്നെ അവിടെ ഫ്രഷ് ആയിട്ട് ചിപ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ മൺചട്ടികളും പിന്നെ അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കി നല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. രാത്രി ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ചായ കുടിച്ചപ്പോൾ കുറച്ച് എനർജി കിട്ടിയ പോലെ തോന്നി കേട്ടോ. നമ്മളിങ്ങനെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേ. വടക്കഞ്ചേരിയിൽ നിന്ന് നമുക്കൊരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു. ബൈ.